സാമാന്യ പ്രേക്ഷകർക്ക് ഇലക്ഷൻ പ്രതിപക്ഷ പാർട്ടിയുടെ മുഖ്യധാര സ്ഥാനാർത്ഥിയും സർവോപരി ഈ നാടിന്റെ അഭിമാന ഘടകവുമായ അഷ്മൽ ഹസനാണ്. അവനെ അനുഗമിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഉവൈസാണ്. ഇവർക്ക് രണ്ടാർക്കും ഇന്ന് ഇലക്ഷൻ ടോക്സിന്റെ നമ്മുമായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഭാവിയിൽ വരുന്ന നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഇവർക്ക് എന്താണ് സംസാരിക്കാനെന്ന് നോക്കാം. ഇനി ഇലക്ഷന് മുന്നിൽ നമ്മുടെ മുന്നിൽ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. ഈ വരുന്ന ഇലക്ഷനിൽ നിങ്ങൾ മുഖ്യധാര ഒരു പാർട്ടിയാണ്. നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഈ കഴിഞ്ഞ ഭരണസമയത്ത് ഒരു ഫാസിസ്റ്റ് ഭരണമാണ് നമ്മുടെ വിശേഷിപ്പിക്കാവുന്ന ആ ഭരണത്തിലെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് വ്യക്തമാക്കാമോ? തീർച്ചയായും ഇപ്പോ ഭരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം പല കാര്യങ്ങളും സ്വമേധയാ ജനാധിപത്യ വിരുദ്ധമായ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ പല ട്രിപ്പിനും നമ്മുടെ പലരുടെയും സമ്മതമില്ലാതെ വലിച്ചു കൊണ്ടുപോയ പല സന്ദർഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു ട്രിപ്പ് പോകാന്ന് പറഞ്ഞാൽ നാട്ടിലെ എല്ലാവരും കൂടി ചേർന്ന് സംബന്ധിച്ചിടത്തോളം ഒരു വളരെ എന്റർടൈൻമെന്റ് ആയ പരിപാടിയാണ്. അതിൽ നാട്ടിലെ എല്ലാവരും ഉൾപ്പെടുത്തുക എന്നുള്ളത് ഒരു നല്ലൊരു നേതാവിന്റെ ഒരു കഴിവാണ്. അതിനുവേണ്ടി ആൾ പ്രയത്നിച്ചു എന്നാണ് എന്റെ ഒരു കണ്ടെത്തൽ. അതിന് താങ്കളുടെ അഭിപ്രായം നിങ്ങൾ താല്പര്യമില്ലാത്തവരെ നമ്മൾ മാറ്റി നിർത്തി താല്പര്യമുള്ള പലരെ നമ്മൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിൽ പല ട്രിപ്പുകളും നേരം വെളുക്കുന്ന മുന്നേ തന്നെ സൂര്യ ഉദിക്കുമ്പോഴത്തേക്ക് ട്രിപ്പ് തീർന്ന് സ്ഥലങ്ങൾ കാണാനില്ലാത്തൊരവസ്ഥ വരെ വന്നിട്ടുണ്ട്. അപ്പോ ഇത് നിങ്ങളുടെ ഭരണം വന്നാൽ ഇതിലെല്ലാം മാറ്റം ഉണ്ടാവും എന്നാണോ? തീർച്ചയായും. എന്താണ് നിങ്ങളുടെ ഭാവി പ്ലാൻ? ഈ ടൂർ പോവുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ വ്യക്തമായ ട്രിപ്പ് ഷെഡ്യൂളുകൾ നമ്മൾ നിർമ്മിക്കും. ടൂറിന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് നമ്മുടെ പുതിയ സംരംഭകർക്കും അതുപോലെ നമ്മുടെ ടൂറിൽ ചേരുന്ന ആൾക്കാർക്കും കൊടുക്കാനുള്ള എന്താണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ആശയങ്ങൾ? ഈ ടൂറിൽ എന്തൊക്കെ മെച്ചങ്ങളാണ് നിങ്ങൾ വരുത്താൻ പോകുന്നത്? എന്ത് മാറ്റങ്ങളാണ് നിങ്ങൾ കൊണ്ടുവരാൻ? ഞാൻ ഈ പാർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഴയ പാർട്ടിയുടെ പല അഴിമതികളും ആദ്യം മുന്നോട്ട് കൊണ്ടുവരാനുള്ളതാണ്. അതിൽ തന്നെ ഈ അഴിമതികളിൽ നിന്നും പിരിച്ചെടുക്കുന്ന അന്വേഷണം വെച്ചിട്ട് ഇതിൽ വൻ അഴിമതി ഉണ്ടെന്ന് കണ്ടെത്തുന്നു. ഈ പൈസ ട്രിപ്പ് പോകാൻ സാധിക്കും. ഭരണപക്ഷത്തിരിക്കുന്ന ഒരു നേതാവിനെതിരെയാണ് നിങ്ങളുടെ ഒരു പ്രൊട്ടസ്റ്റ് നിങ്ങൾ നടത്തുന്നത്. തീർച്ചയായും ഇതിന് വ്യക്തമായ തെളിവുകൾ നിങ്ങളുടെ ഉണ്ട്. വ്യക്തമായ തെളിവുകളുണ്ട്. അത് ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തുവിടും. അപ്പൊ നമ്മൾ പ്രേക്ഷകർക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ്, അതായത് ഭാവി വരുന്ന മുഖ്യമന്ത്രി എന്നൊക്കെ പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ അഷ്മലിന്റെ വ്യക്തമായ തെളിവുകൾ നാളെ നിങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കുമെന്നാണ് അദ്ദേഹം നമ്മോട് സമർത്ഥിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നാളെ തെളിവുകൾ കിട്ടിയതിനു ശേഷം നമുക്ക് ഇതിനെപ്പറ്റി ഭാവി സംസാരിക്കാം. അടുത്ത് നിങ്ങൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എന്ത് മാറ്റങ്ങളാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്? യൂത്തിനെ കണ്ടിട്ടുള്ള ഒരുപാട് പദ്ധതികൾ അവരെ എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് വെക്കും. അതിൽ തീർച്ചയായും സംഗീത പരിപാടികൾ. അപ്പൊ നാടിന് വേണ്ടി ഒരു DJ പാർട്ടി കൊണ്ടുവരുന്നതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരു ഗാനമേള DJ പാർട്ടി അല്ലെങ്കിൽ ഒരു തീർച്ചയായും അത് അത്യാവശ്യമാണെങ്കിൽ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇതേപോലത്തെ മറ്റു അംഗങ്ങളുടെയും നമ്മുടെ വോട്ടേഴ്സിന്റെയും അഭിപ്രായങ്ങൾ സ്വീകരിച്ചതിന് ശേഷം നമുക്കൊരു മുന്നോട്ടുള്ള ഒരു കാര്യം തീരുമാനിക്കാൻ പാടുള്ളൂ. നിങ്ങൾ ഒരു മീറ്റിംഗിലാണ് നിങ്ങൾ പങ്കെടുത്തിരിക്കുന്നതെന്ന് മാന്യമായ ഒരു ബോധം നിങ്ങൾക്ക് അതുകൊണ്ട് ഞാൻ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. വളരെ വ്യക്തമായും സ്പഷ്ടതയോട് കൂടി കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് നിങ്ങൾ ഇദ്ദേഹത്തെ പിന്തുണക്കാനുണ്ടായ സാഹചര്യം? എന്താണ് നിങ്ങൾ ഇദ്ദേഹത്തിൽ കണ്ടിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി? എന്താണ് നിലപാട്? നമ്മൾ വ്യക്തമായ നിലപാടുള്ള ഒരു പ്രതിപക്ഷ നേതാവാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പൊ ഇപ്പോഴുള്ള നേതാവിന് ഒരു നിലപാടില്ല എന്നാണോ നിങ്ങൾ എന്താണ് അങ്ങനെ പറയാൻ? ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യേണ്ട സാഹചര്യം എന്താണ് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നമാണ് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നത്? കാരണം നമ്മുടെ മുഖ്യമന്ത്രി നമ്മളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മള് അടിച്ചേൽപ്പിക്കാണ്. അപ്പൊ നിങ്ങളെ ഒരു ആഗ്രഹത്തിൽ ചെയ്യാത്ത കാര്യം ഇവിടെ വന്നുകാണ്ട് ചെയ്തിക്കണ എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്നു. അങ്ങനെ പല സന്ദർഭങ്ങളിൽ
ഭരണപക്ഷത്തിനെതിരെ നമുക്ക് ഉന്നയിക്കാനുണ്ട്. എന്താണ് പല കാര്യങ്ങളിലും ചെയ്യാത്ത കാര്യങ്ങളിൽ ടൂർ പോയവരെ അടിച്ചേൽപ്പിച്ചിട്ട് നാട്ടിലുള്ള മറ്റുള്ളവരോട് അവനെ പുകഴ്ത്തി പറയണമെന്നും ഫാസിസ്റ്റ് ഭരണം തന്നെ, അങ്ങനെ തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഇത്രയും നേരം നമ്മൾ സംവദിച്ചത് നമ്മുടെ ഭാവി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നിലോട്ടെത്തിയ അജ്മൽ ഹസനും അതുപോലെ അദ്ദേഹത്തിന്റെ കൂട്ടാളി ഉവൈസുമാണ്. ഇത്രയും നേരം സഹകരിച്ചതിന് വളരെ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രി ആയിട്ട് തന്നെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ തെളിവുകൾ നാളെ ഹാജരാക്കിയതിനു ശേഷം നമ്മൾ വ്യക്തമായ മുഖ്യമന്ത്രിക്കെതിരായുള്ള പ്രൊട്ടസ്റ്റ് നമ്മൾ നേരിടുന്നതാണ്. താങ്ക് യു.